ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപർണയാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺട്രോളബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൺട്രോളബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കൺട്രോളബിൾ കോസ്റ്റ് ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ് ഈ രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. നമുക്കറിയാം കൺട്രോളബിൾ കോസ്റ്റ് ഈസ് ഓഫ് കോഴ്സ് എന്താണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു കോസ്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ മാനേജർക്ക് തൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുക. എന്താണ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസിൽ, ആ ഇൻഫ്ലുവൻസ് ഓഫ് ആക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ലാത്ത കോസ്റ്റുകളാണ് അൺകൺട്രോളബിൾ കോസ്റ്റുകൾ എന്ന് പറയുക കേട്ടോ. ഓഫ് കോഴ്സ് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൺട്രോളബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ, അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ കൺട്രോളബിൾ കോസ്റ്റ് എന്നൊക്കെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. നമുക്ക് അൺകൺട്രോളബിളിൻ്റെ എക്സാമ്പിൾ നമുക്ക് ടാക്സ് ആയിട്ട് പറയാം. താങ്ക് യു സോ മച്ച്.